മോളെ, ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞപ്പോ മനസ്സിലെ പേടി മാറിയോ? ഇപ്പൊ ശരിക്കും എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. ഈ പറച്ചിലൊക്കെ പറയാമേ, എന്നിട്ട് കളറയ്ക്കലേക്ക് എത്തിക്കഴിയുമ്പോ ആളങ്ങ് മാറും. ഓ, നവീൻ എന്നിലുള്ള വിശ്വാസമൊക്കെ പോയല്ലേ? എന്തായാലും പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ പോവില്ലല്ലോ. എന്റെ മോളെ, നല്ല മനസ്സുറപ്പോടെ മോളൊന്ന് നടന്നാ മതി. ഇനി ഒരു നാഗഭയവും മോളെ തൊട്ട് തീണ്ടില്ല. അതെല്ലാം പോയി. ശരി അമ്മേ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് മക്കൾക്ക് അറിയാവോ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതം ഒന്നിച്ച് മുന്നോട്ട് പോകുന്നില്ല. അത് മാറാൻ വേണ്ടിയാ. നവീനെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമേ. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന നവീന് ഒരു സന്തോഷം പോലും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഹേയ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ, ചില നേരത്ത് താൻ എനിക്കായിരുന്ന സ്നേഹമുണ്ടല്ലോ, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നിനാവില്ല. എപ്പോഴും അങ്ങനെയാവണമെന്ന് ഞാൻ പറയുന്നത്. അത്രേ താൻ ചെയ്യണ്ടു. ശരി, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. ഒരാളോടും ഇനി ഞാൻ തട്ടിക്കേറില്ല. ഇതുവരെ ഞാൻ നവീനെ എങ്ങനെ സ്നേഹിച്ചിരുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ സ്നേഹിക്കാൻ പോവാ. ഈ വാക്കുകളൊക്കെ പഴകി തുടങ്ങിയതാ. റിയലി സോറി നവൻ. ഇനി നമ്മൾ എന്നും ഇങ്ങനെയായിരിക്കും, ഹാപ്പി ആയിട്ട്. ദൈവമേ, ഈ മാറ്റത്തിന് നന്ദിയുണ്ട്. എന്റെ മക്കള് ഇങ്ങനെ തന്നെ തുടർന്നു പോണേ. അതെ, എന്താ? അല്ല, താൻ എന്താ ഈ നോക്കുന്നേ? ഇത് എന്റെ നവീന്റെയും ബെഡ്റൂമാ. ഇവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല. ഇറങ്ങിക്കോ രണ്ടുപേരും, ഇറങ്ങാൻ. അത് കള. ഗാഥ വന്ന് കയറുന്നതിന് മുൻപും ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഇവിടെ എവിടെയൊക്കെ കേറണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇന്നും സർപ്പകോപം മാറ്റാൻ വേണ്ടി വഴിപാടിന് കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് എന്തായി? എന്തെങ്കിലും മാറ്റമുണ്ടോ? അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. കളരിക്കല് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരെ അക്കാര്യം അന്വേഷിക്കേണ്ട. അതെ, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരോ? ആരെ ഉദ്ദേശിച്ചത്? വേറെ ആരെയല്ല, നിങ്ങളെ തന്നെ. നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ ദേ ഈ നിൽക്കുന്നോളോ എന്തെങ്കിലും ഒരു പണി എടുത്തിട്ടുണ്ടോ ഇതുവരെ? അന്യന്റെ ചെലവില് തടിച്ചു കൊഴുക്കാൻ ശീലിച്ചാലേ പിന്നെ പണി എടുക്കേണ്ടി വരില്ല. നാണവും മാനവും ഇല്ലാത്തവർക്ക് ഒരിക്കലും വേണ്ട. അതെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഹാ, അത് നീ എന്നോടല്ല പറയേണ്ടത്. എന്നോട് സംസാരിക്കുമ്പോഴേ നിങ്ങളാ സൂക്ഷിക്കേണ്ടത്. അയ്യോ മതിയുടെ മോളെ, നിന്റെ അമ്മ കോടീശ്വരിയാണെന്നുള്ള അഹങ്കാരമൊന്നും ഇവിടെ പുറത്തെടുക്കണം. കുറച്ചു നേരം മുമ്പ് നീ പറഞ്ഞിരുന്നല്ലോ നിന്റെ ബെഡ്റൂമാണ് പുറത്തിറങ്ങാൻ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലേ? ഈ ബെഡ്റൂമിൽ അവനോടൊപ്പം കിടന്നിട്ടുണ്ടോ നീ? നിന്നെ കിടത്തിയിട്ടുണ്ടോ നാഗങ്ങള്? അതിപ്പോ എങ്ങനെയാമേ? കയ്യില് പാലും കൊടുത്ത് മണവാട്ടിയായിട്ട് ഇങ്ങോട്ട് കേറ്റി വിട്ടാലും എന്റെ മമ്മി പാമ്പ് വന്നോന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുവല്ലേ? 1 വർഷമല്ല 100 വർഷം ഒന്നിച്ച് ജീവിച്ചാലും നവീന്റെ ഒപ്പം ഒരു രാത്രി പോലും നീ ബെഡ്റൂമിൽ തങ്ങില്ല. എന്നെ മനസ്സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേ? അമ്മയും മോളും കൂടി പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടരുതെന്ന്. ഇനി ഇടപെട്ടാലുണ്ടല്ലോ അല്ലേ? മമ്മി, സ്ത്രീയും പുരുഷനും തമ്മില് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലാണോ ഇത്? ഒന്നും ചെയ്യാനും പറയാനും ഒരു പെണ്ണിന് അവകാശമില്ലേ? മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കളരിക്കിൽ നിന്ന് ഇറങ്ങിപ്പോന്താ. ഇറങ്ങിപ്പോന്നോ? എന്തിനാ? നവീൻ എന്നെ തല്ലി. വേറെ എന്തെങ്കിലും ഒരു കാരണമായിരുന്നെങ്കിൽ ഞാനത് സഹിച്ചേനെ. പക്ഷെ നവീൻ എന്നെ തല്ലിയതേ ആ കീർത്തിക്ക് വേണ്ടിട്ടാ. മോളെ, ആ മമ്മി, കീർത്തി അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ എന്റെ സന്തോഷം തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അത് നവീന് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. എന്നിട്ട് കീർത്തിയെ കുറിച്ച് പറഞ്ഞപ്പോ നവീന് പൊള്ളി. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്റെ കവളത്തടിച്ചു. എന്നിട്ട് നാണം കെട്ടി തല കുനിച്ച് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നു. പറ മമ്മി. മോള് പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഞാൻ ക്ഷമിക്കില്ല. ആ നിർമ്മലെ പോലുള്ള ഒരുത്തിയുടെ മകൾക്ക് വേണ്ടി നീ അനുഭവിക്കേണ്ട കാര്യമില്ല. മാം, ഫോൺ ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? ഇതിനു മുമ്പും പല നിസ്സാര കാര്യങ്ങൾക്കും വഴക്കുണ്ടാക്കി ഗാഥാമാഡ ഇതുപോലെ ഇറങ്ങി വന്നിട്ടില്ലേ? എന്നിട്ട് എത്രയോ തവണ മാമിന് കളരിക്കൽ കുടുംബക്കാരോട് മാപ്പും പറയേണ്ടി വന്നിട്ടില്ലേ?